ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നബിദിനവും ഓണവും എല്ലാം കൂടി ഒരുമിച്ച് വന്ന ആ ഒരു ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നബിദിനത്തിൻ്റെ റാലി കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് ഷോപ്പിൽ വന്ന് നിന്നതാണ് കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് കാണാൻ പറ്റില്ല. പിന്നെ കുറച്ച് മിഠായും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇത് ഒരു മദ്രസയിലെ കുട്ടികൾ വന്ന് തിരിച്ചു പോകുന്നതാണ് കേട്ടോ. അടുത്ത മദ്രസയിലെ അടുത്ത സെക്ഷനായിട്ടാണ് വരിക. നബിദിനത്തിന് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ആൾ ഇക്കായാണ് കേട്ടോ. പിന്നെ ഹംദാനും ഹാറൂനൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ വലിയൊരു സുഖമൊന്നുമില്ല. ഹംദാനൊക്കെ ദഫ്മുട്ടിനും കാര്യങ്ങൾക്കൊക്കെ പണ്ട് പ്രോഗ്രാമുകൾക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഹംദാൻ പഠിച്ച മദ്രസയിലെ മക്കൾ ഹംദാൻ്റെ ഉസ്താദിനെയൊക്കെ കാണുകയും ചെയ്തിട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് മൂന്നാമത്തെ കട മക്കൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ മദ്രസയിൽ. ബാക്കി എല്ലാ പിള്ളേരും ഈ പറഞ്ഞോണം വലുതായി. പിന്നെ ഹംദാനും ഹാറൂനാണെങ്കിലും ദുബായിക്ക് പോകുന്നല്ലോ. അപ്പോൾ നമ്മളുടെ ചെറിയ പ്രായത്തിലാണെങ്കിലും നബിദിനത്തിന് റാലിക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ കസിൻസിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഗമയായിരിക്കും കേട്ടോ. നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ സൈഡിൽ നമ്മളുടെ അമ്മായിനെയോ മാമാനെയോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ എത്തുമ്പോൾ നമുക്ക് വരുന്നൊരു ജാടയുണ്ട്. ഭയങ്കര നമ്മളെന്തോ ഒരു സംഭവത്തിന് പോണ പോലെ ആയിരിക്കും നമ്മുടെ ഫീലിങ്സ്. ഇവിടെ നിന്നപ്പോൾ ഞാനതൊക്കെയാണ് ഓർത്തത് കേട്ടോ. അപ്പോൾ ഇക്കാട മോൻ്റെ കയ്യിൽ കുറേ മിഠായി ഉണ്ട്. അപ്പോൾ ഹാസിമിനെ കണ്ടപ്പോൾ അവനവിടെ നിന്ന് കൊടുത്തതാണ്. പിന്നെ ഇക്കാടെ ബ്രദറും പിന്നെ ഇത്തായും ഒക്കെ മിഠായി കുറേ പാക്കറ്റൊക്കെ വാങ്ങി കൊണ്ടുവന്ന കാരണം ഞാനങ്ങനെ സെപ്പറേറ്റ് വാങ്ങിക്കാൻ നിന്നിട്ടില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് കൊടുത്തത്. എല്ലാവരും ഇങ്ങോട്ടേക്കാണ് കേട്ടോ പറഞ്ഞത്. കാരണം ഇവിടെ നിന്നാണ് നമുക്ക് ഫുള്ള് റാലിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റണത്. 3 ദിവസമായിട്ടാണ് നമ്മുടെ ഈ മദ്രസയിൽ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഓഫ് സ്റ്റേജ് പരിപാടികളും അതേപോലെ സ്റ്റേജ് പരിപാടികളൊക്കെ ആയിട്ട് 3 ദിവസമായിട്ട് മക്കളൊക്കെ ഫുള്ള് ബിസിയാണ്. അപ്പോൾ അവരുടെ ദഫ്മുട്ടും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഇവിടെ നിന്നൊന്ന് കളിക്കാൻ പറഞ്ഞു. ഞങ്ങൾ കുറേ പെണ്ണുങ്ങളുണ്ടായി. അപ്പോൾ ഞങ്ങളങ്ങനെ നിർബന്ധിച്ചപ്പോൾ ഇവിടെ തന്നെ നിർത്തി ഒരു തവണ ഒന്ന് കളിപ്പിച്ചിട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നബിദിനാണെങ്കിലും ഓണാണെങ്കിലും ആഘോഷിക്കാൻ പാടില്ല എന്നുള്ള ഒരു കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര കൂടുതലാണ്. ഒരുപാട് പേര് അതിനെ സപ്പോർട്ട് ചെയ്യും, ഒരുപാട് പേര് അതിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യവും കാലഘട്ടവും ഒക്കെയാണ്. നബിദിനാണെങ്കിലും നമ്മളതിനെപ്പറ്റി ഒരുപാട് ആധികാരികമായിട്ട് പറയാനൊന്നും ആളല്ല. എങ്കിലും നബി ജനിച്ച ആ ഒരു ദിവസം തന്നെയാണ് മരണപ്പെട്ടത്. അപ്പോൾ അത് ആഘോഷിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നബി ജനിച്ച നാട്ടിൽ ഇതിന് ഒരു ആഘോഷമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ആഘോഷിക്കുന്നതെന്നൊക്കെ ഉള്ളൊരു സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒരുപാട് അതിനെപ്പറ്റി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒന്നും പോയിട്ടില്ല. നമ്മൾ ചെറുതിലെ ജനിച്ച് വളർന്ന സമയത്ത് എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമ്മൾ പഠിച്ച് വളർന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് അത് ഇപ്പോഴും തുടർന്നു പോകുന്നു. നമ്മളുടെ മക്കളും മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകാൻ പാടില്ലല്ലോ. ഒരു പൊതുസമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഓണത്തിനാണെങ്കിലും നമ്മളുടെ മക്കൾ എല്ലാവരും കൂടി പഠിക്കുന്ന ഒരു സ്കൂളുകളിലും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ ആ ഒരു ആഘോഷങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറിയുന്ന ഭാവിയിൽ നമ്മുടെ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകും എന്നുള്ളൊരു ചിന്തയൊക്കെയാണ് കേട്ടോ എനിക്ക്. പിന്നെ ഓണത്തിൻ്റെ സദ്യയൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ വാങ്ങി കഴിച്ച് ആ ഒരു കൊതിയൊക്കെ എന്തായാലും വിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നബിദിനായതുകൊണ്ട് പള്ളിയിൽ നിന്ന് നമുക്ക് റൈസും ബീഫും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എന്തായാലും അതായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവർക്കും നെയ്ച്ചോറും ബീഫൊക്കെ കിട്ടി. അതൊക്കെ കഴിച്ച് വൈകുന്നേരം ഹാസിമിനൊരു കാറ് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ആൾക്ക് ഭയങ്കര ബോറടിയാണ്. ഒന്നാമത് ഇക്കായും പിള്ളേരൊന്നുമില്ല. അപ്പോൾ ആൾക്ക് കളിക്കാനുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പോൾ മുട്ടത്തൊരു ടോയ്സ് ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ പോയി അവരിഷ്ടമുള്ള കാർ എടുത്തതാണ്. ഈ ഒരു റെഡ് ജീപ്പാണ് കേട്ടോ എടുത്തത്. റെഡ് കണ്ടപ്പോൾ മൂപ്പർക്ക് വേറെ ഒന്നും വേണ്ട, അത് തന്നെ മതി. അപ്പോൾ ഇക്കാടെ ബ്രദറിൻ്റെ മോനും ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഒന്ന് സ്കാൻഡിയിൽ കയറിയതാണ്. അങ്ങനെ നബിദിനത്തിൻ്റെ അന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയപ്പോൾ ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടന്നത് പിറ്റേ ദിവസം ഞങ്ങൾക്കൊരു ട്രിപ്പ് തരപ്പെട്ടു എന്നുള്ളതാണ് കേട്ടോ ശരി. അന്നത്തെ ഒരു കൂടലും കൊണ്ടുണ്ടായ ഒരു ഗുണം ഇതാണ്. പിറ്റേ ദിവസം ഒരു 4:30 മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ലേഡീസ് മാത്രം ഇറങ്ങിയേക്കുവാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇത്താമാരും മക്കളും പിന്നെ ഞാനും ഹാസിമും ഉമ്മായും ഇത്രയും പേരാണ് കേട്ടോ.
ഞങ്ങൾ പോകുന്നത് കോട്ടയത്ത് മലരിക്കൽ ഒരു അമ്പൽപ്പാടം ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് അവിടെ ഭയങ്കര കേരള ടൂറിസം ഏറ്റെടുത്ത് ഭയങ്കര ആളും കാര്യങ്ങളൊക്കെയാണെന്ന് ഇങ്ങനെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് പോയി ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടപ്പോൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ പ്ലാനിങ് നടന്നത് നബിദിനത്തിൻ്റെ അന്നാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ നൈബേഴ്സൊക്കെ പോയിട്ട് ഭയങ്കര അഭിപ്രായം പറഞ്ഞിട്ടാണ്. പക്ഷെ അവർ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് തന്നിരുന്നു. രാവിലെ തന്നെ ഇറങ്ങണം. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 2 മണിക്കൂറോളം യാത്രയുണ്ട്. ഒരു 6 മണിയോടുകൂടി അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെസ്റ്റാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേനും ഭയങ്കര വെയിലായിട്ടുണ്ടാവും. ഞങ്ങൾ 4 മണിയെന്ന് പറഞ്ഞിട്ട് ഒരു 4:30 കഴിഞ്ഞു അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ 4 വീട്ടിൽ നിന്ന് എല്ലാവരും റെഡിയായി വണ്ടിയിൽ കയറി ഇറങ്ങിയപ്പോൾ ഒരു 4:30 കഴിഞ്ഞിട്ടുണ്ടായി. അവിടെ എത്തിയപ്പോൾ ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോകുന്ന സമയത്ത് വെയിലോ കാര്യങ്ങളൊന്നുമില്ല, അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ചെയ്തു. പക്ഷെ തിരിച്ച് വരാറാകുമ്പോൾ വെയിൽ വരും. അതുകൊണ്ടാണ് നമ്മൾ 6 മണിക്കെങ്കിലും അവിടെ എത്തണമെന്ന് പറഞ്ഞത്. മാത്രമല്ല ഇതിനെപ്പറ്റി അറിയാത്തവർ ചിലപ്പോൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ അമ്പലമൊക്കെ വിടർന്ന് നിന്ന് കാണണം എന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ വരണം കേട്ടോ. 10 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിലും ആയിരിക്കും, പിന്നെ വിടർന്ന് നിൽക്കുന്നതും കാണാനായിട്ട് പറ്റൂല. അപ്പോൾ നമ്മളവിടെ ഇറങ്ങി വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് കറക്റ്റ് സ്ഥലമാണ് കേട്ടോ. ചുറ്റും വണ്ടികളൊക്കെ ആയിട്ട് പാർക്കിങ്ങിനൊക്കെ അത്യാവശ്യം സ്ഥലം കുറവാണ്. പിന്നെ ഒരു സ്ഥലം കണ്ടിട്ട് അങ്ങനെ പാർക്ക് ചെയ്ത് നടന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒരു ഏരിയയിൽ ഫുള്ളുണ്ടായിരുന്നു. അത് ആ ഒരു വരുന്ന സമയത്ത് തന്നെയുള്ള ആ ഒരു എൻട്രൻസിലുള്ളൊരു ഏരിയയാണ്. ഇത് കുറച്ചും കൂടി അകത്തേക്ക് വന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ വന്ന് കയറുന്ന ഏരിയയിൽ തന്നെ ഒരുപാട് പേര് നമ്മളെ കൈ കാണിക്കും. പക്ഷെ അവിടെ ഇറങ്ങരുത്. ഇതിൻ്റെ ഏറ്റവും എൻഡിലൊരു ഏരിയ ഉണ്ട്, അവിടേക്ക് തന്നെ പോകണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ 7 പേർക്ക് കൂടിയിട്ട് ഒരു വഞ്ചിയിൽ കയറാം. മാക്സിമം 7 പേരാണ്. കറക്റ്റ് ഞങ്ങൾ 7 പേരായിരുന്നു. 4 പേരുടെ ഒക്കെ ഉണ്ട്. ചെറിയ വഞ്ചികളുണ്ട്, ഒരാൾക്ക് ഇഷ്ടമുള്ള പോലെ പോവാം. ഒരു വഞ്ചിക്ക് 1 അവർ 1000 രൂപയാണ് കേട്ടോ അവർ ചാർജ് ചെയ്യുന്നത്. എൻ്റെ പൊന്നെ, കണ്ണിന് അത്രയും കുളിർമയുള്ളൊരു കാഴ്ച എന്നൊക്കെ പറയില്ലേ, അത്ര മനോഹരമായിരുന്നു കേട്ടോ. മോട്ടർ വെച്ചിട്ടുള്ള വഞ്ചിയാണ്. അപ്പോൾ അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. നമുക്ക് എത്ര ഇരുന്നാലും മടുക്കില്ല എന്നൊക്കെ പറയില്ലേ, അത്ര മനോഹരമായിരുന്നു. അപ്പോൾ ആ ഒരു നരിവേട്ട എന്ന മൂവിയിലെ മിന്നൽവള ആ ഒരു സോങ് ഉണ്ടല്ലോ, അതിൽ ഈ ഒരു സീൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു അമ്പൽപ്പാടം കാണിക്കുന്നുണ്ട്. പിന്നെ റീൽസിലൊക്കെ വന്നിട്ട് ഭയങ്കര വൈറലായിട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഫോട്ടോഗ്രാഫേഴ്സിനെയൊക്കെ വെച്ചിട്ട് പല സൈസിൽ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നേരം ഞങ്ങൾ അതൊക്കെ നോക്കിയിരുന്നു. ഹാസിമ ഞാൻ ഒരു പുതപ്പിൻ്റെ അകത്ത് റോളൊക്കെ ചെയ്ത് വണ്ടിയുടെ അകത്ത് കൊണ്ടുവന്ന് കിടത്തിയതാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് എല്ലാവരും കയറി കഴിഞ്ഞപ്പോൾ ആളൊരു 5 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു. പിന്നെയും വഞ്ചിയിലിരുന്ന് കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ ഫുഡ് കാര്യങ്ങളോ ഒന്നും, ഒരു ഗ്ലാസ് വെള്ളം പോലും ആൾ കുടിച്ചിട്ടില്ല കേട്ടോ. എന്നാലും വലിയ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കൂടെ തന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കുകയൊക്കെ ചെയ്തിട്ടാണ്. പിന്നെ ചില സമയത്ത് ആൾക്കൊരു വാശിയാണ്. മൂപ്പര് പറയണ പോലെയൊക്കെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ കുറച്ച് വാശിയൊക്കെ കൂടും. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ആ ഒരു സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് ആ ചേട്ടൻ എല്ലാവരുടെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു. ആള് നല്ലൊരു ഫോട്ടോഗ്രാഫറും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും പേഴ്സണൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം വഞ്ചിയൊക്കെ അവിടെ നിർത്തിയിട്ട് ആ ചേട്ടൻ ഇവിടുത്തെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറയായിരുന്നു. മൂപ്പര് ജനിച്ച കാലഘട്ടം തുടങ്ങി ഇവിടെ ഇങ്ങനെയുണ്ട്. ഈ അമ്പൽപ്പാടം അവർ കൃഷി ചെയ്ത് ഇറക്കുന്നതൊന്നുമല്ല, തന്നെ മുളച്ചു വരുന്നതാണ്. ഇത് ശരിക്കും നെൽപ്പാടമാണ്. ഇത് ഒക്ടോബർ വരെയാണ് കേട്ടോ ഇതിൻ്റെ സീസൺ. ആ ഒരു സീസൺ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വെള്ളമൊക്കെ മോട്ടറിൽ അടിച്ച് കളഞ്ഞിട്ട് അവർ നെൽകൃഷി ഇവിടെ ഇറക്കും. പക്ഷെ ഇവിടുത്തെ മന്ത്രിയൊക്കെ ആയിട്ട് ഇത് ഭയങ്കര ഒരു ടൂറിസം അങ്ങനെ ആക്കി എടുത്തതാണ് കേട്ടോ. രാവിലെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് പോയെങ്കിലും സത്യം പറഞ്ഞാൽ ഇത് മിസ്സാക്കരുതെന്നാണ് കേട്ടോ എനിക്ക് പറയാനുള്ളൂ. കാരണം അത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. നമ്മുടെ നാട്ടിൽ തന്നെയാണ്, നമ്മുടെ അടുത്ത് തന്നെയാണ്. പിന്നെ നേരത്തെ എഴുന്നേറ്റ് പോകണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ തൊട്ടടുത്ത കടയിൽ കയറി ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ചായ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതെന്തായാലും കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികളിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നല്ല ചായയായിരുന്നു കേട്ടോ. അങ്ങോട്ടേക്ക് ഇത്തായാണ് വണ്ടി ഓടിച്ചത്. തിരിച്ച് ഞാൻ ഓടിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഞാനും കയറി. ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് വണ്ടി എടുത്തപ്പോഴത്തേനും അത്യാവശ്യം ആളുകളുടെ തിരക്ക് കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങൾ നേരത്തെ പോയി വന്നത്
എന്തായാലും നന്നായി. പിന്നെ കുമരകത്തൊരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അവിടെ പോകണമെന്നുള്ള പ്ലാനിങ്ങും ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ സ്കിപ്പ് ചെയ്തു. പിന്നെ എല്ലാവർക്കും തിരിച്ച് വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരിത്. പക്ഷെ എനിക്ക് വീട്ടിലേക്ക് പോകണമെന്നുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് നേരം കൂടി എവിടെയെങ്കിലുമൊക്കെ പോവുക, കാരണം അത്രയും സമയമല്ലേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങളങ്ങനെ തിരിച്ച് പോന്നു. പക്ഷേ എത്തിയത് 1 മണിയായപ്പോഴാണ് കേട്ടോ വീട്ടിൽ. ഞാനപ്പോൾ ഒരു പൊതിച്ചോറൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ മൂത്തിക്കാടെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവരെയും കൂട്ടിയിട്ട് നമ്മുടെ പുതിയ റോഡിൽ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വന്നു. ഞങ്ങളങ്ങനെ പഴംപൊരിയും മുട്ട ബജിയൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ ഹോർലിക്സും ഒക്കെ പറഞ്ഞ് കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കത്തിയടിച്ചിരുന്നു. പുതിയ റോഡ് ഭയങ്കര ജനത്തിരക്കാണ് കേട്ടോ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നിറച്ച ആൾക്കാരാണ്. പക്ഷെ അവിടുത്തെ സൺസെറ്റൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ എന്തെങ്കിലും പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഹാസിമിനെയും കൊണ്ട് പോക്കും വരവൊക്കെ ആയിട്ട് നമ്മൾ എൻഗേജ്ഡ് ആണ്. പക്ഷെ അല്ലാത്തൊരു ദിവസം അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത് ഇങ്ങനെ പോയി. 2 ദിവസത്തെ വിശേഷങ്ങളും നിബിദിനവും ഓണവും ഒക്കെ അങ്ങനെ കഴിഞ്ഞു. ഇപ്പോൾ മലരിക്കൽ അമ്പൽപ്പാടം ആരും മിസ് ഔട്ട് ആവരുത്. നാട്ടിലുള്ള എല്ലാവരും തന്നെ പോയി കാണണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.